नमस्ते, सबको धीरज हिंदी कक्षा से स्वागत। आज मैं यहाँ वसंत पाठ्य पुस्तक के 8वीं कक्षा के दूसरा पाठ लाख की चूड़ियाँ पढ़ेंगे। इस पाठ में लेखक ने यह दर्शाना चाहा है कि वर्तमान समय में मशीनीकरण का प्रभाव निरंतर बढ़ता जा रहा है। हाथ से काम करने वाले कारीगर बेरोजगार होते जा रहे हैं और साथ ही उनके पैतृक उद्योग धंधे भी समाप्त होते जा रहे हैं। हथकरघा उद्योगों का स्थान मशीन लेती जा रही है। ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ ലേഖകനായ കാംതാനാഥ് വർത്തമാന കാലഘട്ടത്തിൽ മെഷീൻ അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ യന്ത്രവൽക്കരണത്തെക്കുറിച്ചും അന്യം നിന്നുപോയ കൈത്തൊഴിലുകളെക്കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. സാരേ ഗാവ് മേ बदलू मुझे सबसे अच्छा आदमी लगता था क्योंकि वो मुझे सुंदर सुंदर लाख की गोलियां बनाकर देता था. मुझे अपने मामा के गाँव जाने का सबसे बड़ा चाव यही था कि जब मैं वहाँ से लौटता था तो मेरे पास ढेर सारी गोलियां होती, रंग बिरंगी गोलियों जो किसी भी बच्चे का मन मोह ले. ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ കാംനാഥ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കുട്ടിക്കാലത്ത് സ്കൂളുകൾ അവധിയായിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും സാധാരണയായിട്ട് തൻ്റെ അമ്മ വീടുകളിലേക്കും മാമന്മാരുടെ വീടുകളിലേക്കുമൊക്കെ പോകുന്ന പതിവുണ്ട്. അതുപോലെ ഇവിടെയും ഒരു അവധിക്കാലത്ത് ഈ കാംതാനാഥ് എന്ന് പറയുന്ന ലേഖകൻ തൻ്റെ മാമാജിയുടെ വീട്ടിൽ പോവുകയും അവിടെയുള്ള ലാഖ് കി ചൂടിയാ ബനാനെ വാലെ ബദലു നാമക് ഏക ആദ്മിക്കോ പരിചയ ലേതാ ഹെ. അവിടെയുള്ള വളകളുണ്ടാക്കുന്ന ലാഖ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉപയോഗിച്ച് വളകളുണ്ടാക്കുന്ന ഒരു ബദലു എന്ന പേരായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി ചെങ്ങാത്തം കൂടുകയും ചെയ്യുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, സാരേ ഗാവുമേ ബദലു മുച്ചേ സബ്സ അച്ച ആത്മീ ലഗത്താത്ത. ആ ഗ്രാമത്തിൽ മൊത്തമുള്ള ആൾക്കാരെ എടുത്താൽ ബദലു മുച്ചേ അച്ച ലഗത്താത്ത, ബദലുവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി. ക്യോങ്കി എന്തെന്നാൽ വോ മുച്ചേ സുന്ദർ സുന്ദർ ലാഖ് കി ഗോലിയാ ബനാക്കർ ദേത്താത്ത, അദ്ദേഹം എനിക്ക് വളരെ മനോഹരമായ ലാഖ് കി ഗോലിയ, ലാഖ് എന്ന പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഗോലികൾ ബനാക്കർ ദേത്താത്ത ഉണ്ടാക്കി തരുമായിരുന്നു. മുझे अपने मामा के गाँव जाने का सबसे बड़ा चाव यही था. ഞാൻ എൻ്റെ മാമാക്കെ ഗാവ് ജാനേക്ക, മാമൻ്റെ ആ ഗ്രാമത്തിലേക്ക് പോകുന്നതിനുള്ള ബഡാ ചാവ്, എനിക്കവിടെ പോകാനുള്ള വലിയ താല്പര്യം യഹീഥ ഇതായിരുന്നു. എന്തായിരുന്നു? എന്തെന്നാൽ ജബ് മൈ വഹാംസെ ലൗട്ടാ ഥ, എപ്പോഴാണോ ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നത്, തോ അപ്പോൾ മേരെ പാസ് ഠേർ സാരി ഗോലിയാ ഹോത്തി, എൻ്റെ പക്കൽ ധാരാളം ഗോലികൾ ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള ഗോലികളാണ്? രംഗ് ബിരങ്കി ഗോലിയാ, പല നിറത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ഗോലികൾ. ജോ കിസി ഭി ബച്ചേക്ക മൻ മോഹിലി, ഏതൊരു കുട്ടികൾക്കും കണ്ടാൽ വളരെയധികം ഇഷ്ടം തോന്നുന്ന ഈ ഗോലികൾ എൻ്റെ പക്കൽ ധാരാളം ഉണ്ടായിരിക്കും. ഈ അവധി കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കി തന്ന ധാരാളം ഗോലികൾ എൻ്റെ പക്കൽ ഉണ്ടായിരിക്കും. ഇത് എല്ലാ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമുണ്ടാക്കുന്നതാണ്. वैसे तो मेरे मामा के गाँव का होने के कारण मुझे ബദലു മാമ कहना चाहिए. അങ്ങനെ എൻ്റെ മാമൻ്റെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾ എന്ന കാരണത്താൽ മുझे ബദലു മാമ कहना चाहिए, ഞാൻ അദ്ദേഹത്തെ ബദലു മാമ എന്നായിരുന്നു വിളിക്കേണ്ടിയിരുന്നത്. പരന്തു എന്നാൽ മൈ മുസെ ബദലു മാമ ന കഹക്കർ ബദലു കാക്ക കഹാ കർത്താ ഥ, പക്ഷേ ഞാൻ അദ്ദേഹത്തെ ബദലു മാമ എന്ന് വിളിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ വിളിക്കാതെ തന്നെ ബദലു കാക്ക കഹാ കർത്താ ഥ, ഞാൻ എന്താ വിളിച്ചിരുന്നത്? ബദലു കാക്ക എന്നായിരുന്നു വിളിച്ചിരുന്നത്.
ജൈസാ കി ഗാവ് കെ സഭീ ബച്ചെ ഉസേ കഹാ കർത്തേ തെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു, ജൈസേഹി അങ്ങനെയായിരുന്നു, ഗാവ് കെ സഭീ ബച്ചെ ഉസേ കഹാ കർത്തേ തെ. ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. മാമൻ്റെ ഗ്രാമത്തിലെ ആളായതുകൊണ്ട് മാമനെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാക്ക എന്ന് വിളിച്ചതുകൊണ്ട് ഞാനും അദ്ദേഹത്തെ ബദലു കാക്ക എന്ന് സംബോധന ചെയ്തു. ബദലു കാ മക്കാൻ കുച്ച് ഊഞ്ചെ പർ ബനാത്ത. ബദലു കാക്കയുടെ വീട് കുറച്ച് ഉയർന്ന സ്ഥലത്തായിരുന്നു, ഒരു കുന്നിൻ പുറത്തായിരുന്നു. മക്കാൻ കെ സാമിനെ ബഡാസ സഹൻ ത. ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ സമീപത്തായിട്ട് ബഡാസ സഹൻത ഒരു വലിയ മുറ്റമുണ്ടായിരുന്നു. സഹൻ ആംഗൻ, മുറ്റം. ജിസ്മി ഏക് പുരാന നീമക വൃക്ഷ ലഗാത്ത. അവിടെ ആ മുറ്റത്ത് വലിയ ഒരു വേപ്പുമരവും ഉണ്ടായിരുന്നു. നീമക വൃക്ഷ, വേപ്പുമരം. ഉസിക്ക് നീച്ചെ ബൈഠ്കർ ബദലു അപ്പന കാം കിയാ കർത്താത്ത. അതിൻ്റെ ചുവട്ടിലിരുന്നാണ്, നീച്ചെ ബൈഠ്കർ ചുവട്ടിലിരുന്നിട്ടാണ് ബദലു അപ്പന കാം കിയാ കർത്താത്ത അദ്ദേഹം തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബഗൽ മേ ഭട്ടി ദഹ്കത്തി രഹത്തി. അടുത്ത് തന്നെ ഭട്ടി എന്ന് വെച്ചാൽ അടുപ്പ്, തീക്കനലുകൾ കൂടിക്കിടക്കുന്ന ഒരു അടുപ്പ്. ദഹ്കത്തി രഹത്തി കത്തിക്കൊണ്ടിരുന്നിരുന്നു. ജിസ്മീൻ വഹ് ലാഖ് പിഖലായ കർത്താത്ത. ആ അടുപ്പിലാണ് അദ്ദേഹം ഈ ലാഖ് എന്ന് പറയുന്ന ദ്രാവകം പിഖലായ കർത്ത മെൽറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഉരുക്കിയെടുത്തിരുന്നത്. പിഖലാന ഉരുക്കുക. സാമിനിയേക്ക് ലക്കടിക്ക് ചൗക്കട്ട് പടിയെത്തി. അടുത്ത് തന്നെ തടി കൊണ്ടുള്ള ഒരു പലകയും ഉണ്ടായിരുന്നു. ജിസ് പർ ലാഖ് കെ മുലായം ഹോനെ പർ വഹ് ഉസെ സലാഖ് കെ സമാൻ പതലാ കർക്കെ ചൂടി കാ ആകാർ ദേത്ത. അതിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്താണ് ലാഖ് മുലായം ഹോനെ പർ, ഈ ലാഖ് എന്ന് പറയുന്ന ദ്രാവകം സോഫ്റ്റ് ആകുമ്പോൾ, ഉരുക്കി അതിനെ സോഫ്റ്റ് ആക്കി എടുക്കുമ്പോൾ സലാഖ് കെ സമാൻ പതലാ കർക്കെ ഒരു ചെറിയ ഇരുമ്പ് വടി പോലെ അല്ലെങ്കിൽ ഒരു കമ്പ് പോലെ ഇതിനെ നീട്ടി അദ്ദേഹം എന്ത് ചെയ്യും, പതലാക്കർക്ക് മൃദുവായിട്ടെടുക്കും, മൃദുവായിട്ട് നീട്ടിയെടുക്കും. എന്നിട്ട് പതലാക്കർക്ക് ചൂടിക്ക ആകാർദേത്ത. എന്നിട്ട് അതിനെ വളച്ചിട്ടാണ് ഒരു വളയുടെ ആകൃതിയിൽ ആക്കുന്നത്. അപ്പം നിരന്ന ഒരു പലകയിൽ വെച്ചിട്ട് അതിനെ അദ്ദേഹത്തെ ഉരുട്ടി ഒരു കമ്പിവടി പോലെയാക്കിയതിന് ശേഷം അദ്ദേഹം അതിന് വളയുടെ ആകൃതി, അതായത് വൃത്താകൃതി നൽകുമായിരുന്നു. അതിനാണ് ആ നിരന്ന പലക അവിടെ ഇട്ടിരിക്കുന്നത്. മെൽറ്റ് ചെയ്തിട്ട് അതിനെ ഉരുട്ടിയെടുത്തിട്ട് പിന്നീട് അതിനെ വളച്ച് വളയാക്കാറുണ്ടായിരുന്നു. പാസ്മിൻ ചാർ ചഹ് വിഭിന്ന ആകാർ കി ബേലന്നുമ മുങ്കേരിയ രഖി രഹത്തി. പിന്നെ അടുത്തായിട്ട് തന്നെ ഒരു 4-5 വിഭിന്ന ആകാർക്കി പല ആകൃതിയിലുള്ള ബേലന്നുമ മുങ്കേരിയ. എന്താ ബേലന്നുമ മുങ്കേരിയ? ഉരുട്ടുന്ന തടി, ഉരുണ്ട ആകൃതിയിലുള്ള തടികളും രഖി രഹത്തി വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെയുള്ള കോലുകൾ, ഉരുണ്ട കോലുകൾ. ആകെ സെ കുച്ച് പതലി ഔർ പീച്ചെ സെ മോട്ടി ഹോത്തി. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഉരുണ്ടതാണ്, പക്ഷേ ഒരു അറ്റം വളരെ കട്ടി കുറഞ്ഞതും, അതായത് കനം കുറഞ്ഞതും, മറ്റേ അറ്റത്തോട്ട് വരുമ്പോൾ കട്ടി കൂടി വരുന്നതും ആയിരുന്നു. ലാഖ് കി ചൂടി കാ ആകാർ ദേക്കർ വഹ് ഉന്നെ മുങ്കേരിയോം പർ ചഠാക്കർ ഗോൾ ഔർ ചിക്കിന ബനാത്ത. അപ്പോൾ ലാഖ് കി ചൂടിക്ക ആകാർ തേക്കർ, ഈ ലാഖിൻ്റെ വളകൾക്ക് ആകൃതി നൽകിയതിന് ശേഷം അദ്ദേഹം വഹു ഉന്നെ, അദ്ദേഹം അതിനെ, ഈ വളകളെ, മുങ്കേരിയോമ്പർ ചടാക്കർ, ഈ കോലുകളിൽ, ഈ ഉരുണ്ട ഇതിൽ കയറ്റിയതിന് ശേഷം ഗോൾ ഔർ ചിക്കിന ബനാത്ത, അതാണ് നല്ല ഉരുണ്ടതും അതുപോലെ മിനുസമുള്ളതും ആക്കാറുണ്ടായിരുന്നു. और तब एक एक कर पूरे हाथ की चूड़ियाँ बना चुकने के पश्चात वह उन पर रंग करता. പിന്നീട് എല്ലാം പൂരേ ഹാത്ത് കി ചൂടിയാ ബനാ ചുക്കിനേക്ക് പശ്ചാത്ത്, എല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം വഹ് ഉൻബർ രംഗ് കർത്ത, അദ്ദേഹം ഇതിൽ നിറം കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ബദലു
यह कार्य सदा ही एक मजिയെ पर बैठकर किया करता था. ബദലു ഈ കാര്യങ്ങളെല്ലാം, ഈ വളയുണ്ടാക്കുന്ന ആദ്യം തൊട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒരു മജിയെ പർ ബൈഠക്കർ കിയാക്കർ, മജിയ എന്ന് വെച്ചാൽ ബഞ്ചിലിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജോ ബഹുത്ത് ഹി പുരാനി തി, ആ ബഞ്ച് വളരെ പഴയതായിരുന്നു. बगल में ही उसका हुक्का रहता था जिसे वह बीच बीच में पीता रहता. അദ്ദേഹത്തിന് അടുത്ത് തന്നെയായിട്ട് അദ്ദേഹം വലിക്കാറുള്ള ഹുക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹം ബീച്ച് മേ ഇടയ്ക്കിടയ്ക്ക് പീത്താരഹത്ത വലിക്കുകയും അല്ലെങ്കിൽ കുടിക്കുകയും ചെയ്യുമായിരുന്നു. ഗാവുമേ മേര ദോപഹർ കാ സമയ അധികതർ ബദലു കെ പാസ് ബീത്തത്ത. ആ ഗ്രാമത്തിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഉച്ച സമയം മുഴുകയും ദോപഹർക്ക സമയ അധികതർ കൂടുതലായിട്ടും ബദലു കെ പാസ് ബീത്തത്ത, ബദലുവിനോടൊപ്പമാണ് ചിലവഴിക്കുക. വ മുझे ലലാ കഹാ കർത്ത, അദ്ദേഹം എന്നെ ലലാ എന്ന് വിളിക്കുമായിരുന്നു. അവർ മേരെ പഹൂഞ്ചത്തെ ഹി മേരെ ലിയെ തുരന്ത് ഏക്ക് മജിയ മാങ്കാ ദേത്ത. മേരെ പഹൂഞ്ചത്തെ ഹി, ഞാൻ അവിടെ ചെന്നെത്തിയാൽ അപ്പോൾ തന്നെ മേരെ ലിയെ എനിക്ക് വേണ്ടിയിട്ട് തുരന്ത് പെട്ടെന്ന് ഏക്ക് മജിയ ഒരു ചെറിയ പൊക്കമുള്ള ഒരു പീഠം മാങ്കാദേത്ത കൊണ്ടുവരിക്കുമായിരുന്നു. വീട്ടിലുള്ളവർ വിളിച്ച് പറഞ്ഞ് ആ ഒരു മജിയ അവിടെ കൊണ്ടിടും. മൈ ഖണ്ഡോം ബൈഠേ ബൈഠേ ഉസേ ഇസ് പ്രകാർ ചൂടിയാം ബനാത്തെ ദേഖത്താ രഹത്ത. ഞാൻ മണിക്കൂറുകളോളം ഉസേ ഇസ് പ്രകാർ ചൂടിയാം ബനാത്തെ ദേഖത്താ രഹത്ത, ഞാൻ ഇദ്ദേഹം ഇങ്ങനെ വളകൾ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. ലഘുഫഗ് റോസ് ഹി വഹ് ചാർ ചഹ് ജോഡെ ചൂടിയ ബനാത്ത. അദ്ദേഹം ഏകദേശം റോസ് ലഘുഫഗ് ഒരു ദിവസം ഏകദേശം ചാർ ചഹ് ജോഡെ ചുടിയ ബനാത്ത ഒരു 5-6 ജോഡി വളകൾ ഉണ്ടാക്കുമായിരുന്നു. जोड़े मीन्स पेयर जोड़िകൾ. पूरा जोड़ा बना लेने पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखता रहता. ഈ മൊത്തം വളകൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന എല്ലാ വളകളും ഉണ്ടാക്കിയതിന് ശേഷം ബനാലേനെ പർ ഉണ്ടാക്കിയതിന് ശേഷം വഹുസെ ബേലൻ പർ ചടാക്കർ, അദ്ദേഹം അതിനെ ആ കുഴലിലിട്ടിട്ട് കുച്ചുക്ഷണ കുറച്ച് നിമിഷങ്ങളോളം ചുപ് ചാപ്പ് ദേഖാരികത്ത, മിണ്ടാതെ നോക്കി നിൽക്കും. മാനൂം വഹ് ബേലൻ ന ഹോക്കർ കിസി നവവധൂ കി കലായി ഹോ. അദ്ദേഹം അത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെ ഒരു ബേലനായിട്ടല്ല, ഉരുണ്ട ഒരു തടിയായിട്ടല്ല, പിന്നെയോ ഒരു നവവധൂ കി കലായി ഹോ, ഒരു നവവധുവിൻ്റെ ഒരു ബ്രൈഡിൻ്റെ ഒരു കല്യാണ പെണ്ണിൻ്റെ കൈകളിലാണ് ഈ വള കിടക്കുന്നത് എന്നുള്ള ആ ഭാവമാണ് ആ നോട്ടത്തിൽ അദ്ദേഹത്തിന് ഉള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ബദലു മനിഹാർത്ഥ, അദ്ദേഹം കുലത്തൊഴിൽ ചെയ്യുന്ന സമർത്ഥനായ ഒരു തൊഴിലാളിയായിരുന്നു. ചൂടിയാം ബനാന ഉസ്ക പൈതൃക പേശാത്ത, ഈ വളകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൈതൃക പേശാത്ത, പൈതൃകമായി കിട്ടിയ തൊഴിലായിരുന്നു. അതായത് അച്ഛന്മാർ വഴി നമുക്ക് കിട്ടുന്ന തൊഴിലായിരുന്നു, അച്ഛന്മാർ വഴി നടത്തിക്കൊണ്ടുവരുന്ന തൊഴിലായിരുന്നു. അവർ വാസ്തവമേ വഹ് ബഹുത്ത് ഹി സുന്ദർ ചൂടിയാം ബനാത്താത്ത, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് കൈത്തൊഴിലായിട്ട് അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയതാണെങ്കിലും ഇദ്ദേഹം ഇതുണ്ടാക്കുമ്പോൾ സുന്ദർ ചൂടിയാം, വളരെ മനോഹരമായ വളകളാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. ഉസ്കി ബനായി ഹുയി ചൂടിയോം കി ഖപ്പത്ത് ഫി ബഹുത്തുതി, അദ്ദേഹം ഉണ്ടാക്കുന്ന വളകളുടെ ഖപ്പത്ത്, ഈട്, ബലം എന്ന് പറയുന്നത് ബഹുത്തുതി, വളരെ അധികമായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന വളകളുടെ ഈടും വളരെ വലുതായിരുന്നു. ഉസ് ഗാവുമേൻ തോ സഫീ സ്ത്രീയാം ഉസ്കി ബനായി ഹുയി ചൂടിയാം പഹൻതി ഥി, ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ഇദ്ദേഹം ഉണ്ടാക്കുന്ന വളകളാണ് അണിഞ്ഞിരുന്നത്. ആസ്പാസ് കെ ഗാവോം കെ ലോഗ് ഫി ഉസസെ ചൂടിയാം ലേ ജാത്തേ ഥെ, അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകളും ഇദ്ദേഹത്തിൽ നിന്നും വളകൾ വാങ്ങാൻ വരാറുണ്ടായിരുന്നു. പരന്തു വ കഫീഫി ചൂടിയോം കോ പൈസേസെ ബേച്ചന ഇന്നത്ത, എന്നാൽ അദ്ദേഹം ഒരിക്കലും ഒരിക്കലും ചൂടിയോങ്കോ ഈ വളകളെ പൈസോം സേ ബേച്ചത്ത ഇന്നത്ത, പൈസയ്ക്ക് വിറ്റിരുന്നില്ല.
ഉസ്കാ കഫീ തക്ക് വസ്തു വിനിമയിക്ക തരീക്കാത്ത. അദ്ദേഹം അഫീ തക്ക് അന്ന് വരെയും, ഇത് കൊടുക്കുന്ന സമയത്ത് വരെയും അദ്ദേഹം വസ്തുവിനിമയമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് വളകൾക്ക് പകരം അദ്ദേഹം മറ്റെന്തെങ്കിലും വസ്തുക്കൾ, ധാന്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്നത്. ലോഗ് അനാജ് കെ ബദലെ ഉസസെ ചൂടിയ ലേ ജാത്തേ थे. ആളുകൾ ധാന്യങ്ങൾ പകരമായി കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൽ നിന്നും ഈ വളകൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നത്. അതായത് ബാർട്ടർ സിസ്റ്റം, വസ്തുവിനിമയ സിസ്റ്റം, അത് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എന്ത് സാധനമാണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുന്ന വ്യവസ്ഥ, അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വസ്തുവിനിമയം എന്ന് പറയുന്നത്. ബദലു സ്വഭാവമേ ബഹുത്ത് സീധാഥ. നമ്മുടെ ഈ ബദലു എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്വഭാവത്തിൽ വളരെ പാവമായിരുന്നു, സീധ സാധുവായിരുന്നു. മൈനെ കഭി ഭി ഉസേ കിസിസെ ഝഗഡ്തേ നഹീ ദേഖാ. ഞാൻ ഒരിക്കലും അദ്ദേഹം ആരോടും വഴക്ക് കൂടുന്നത് കണ്ടിട്ടില്ല. ഹാം, ഉണ്ട്, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയൊക്കെ ഉണ്ട്. ഷാദി വിവാഹക്കെ അവസരവും പർ വഹ അവശ്യ ജിത് പ്രകട ചാത്താത്ത. പക്ഷേ വിവാഹ അവസരങ്ങളിലൊക്കെ, ഷാദി വിവാഹക്കെ അവസരവുമേ, വിവാഹം തുടങ്ങിയ അവസരങ്ങളിൽ അദ്ദേഹം അവശ്യ ജിത് പ്രകടകർത്ത, ചെറിയ ശാഠ്യമൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. जीवन भर चाहे कोई उससे मुफ्त चूड़ियाँ ले जाए, परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. ജീവിതത്തിൽ എപ്പോഴും അദ്ദേഹം വെറുതെ, മുഫ്ത്, ചുമ്മാതെ, ചൂടിയ ലേജായി, വളകൾ നൽകിയിരുന്നു. എന്നാൽ പരന്തു വിവാഹക്കെ അവസർ പർ വഹസാരി കസർ നികാലേത്താത്ത, വിവാഹ അവസരങ്ങളിൽ അദ്ദേഹം തൻ്റെ എല്ലാ ശാഠ്യവും, അതായത് നിഷ്കർഷയും അദ്ദേഹം എടുക്കുമായിരുന്നു. ആഖിർ സുഹാഗ് കെ ജോഡേ കാ മഹത്വ ഹി ഔർ ഹോത്താ ഹെ. അന്ന് വരേക്കും എന്താണ്, കല്യാണ അവസരങ്ങൾ ധരിക്കാനുള്ള വളകളുടെ മഹത്വം ഔർ ഹോത്താഹെ വളരെ വലുതായിരുന്നു. സുഹാഗ് കെ ജോഡേ, വിവാഹ അവസരങ്ങൾ ധരിക്കുന്ന ആഭരണം, അതിന് വളരെയധികം മഹത്വമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹ അവസരങ്ങളിൽ മാത്രം അദ്ദേഹം വളരെ ശാഠ്യം പിടിക്കുന്നത്, അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലത്തിന് വേണ്ടിയിട്ട്. മുझे याद है, എനിക്ക് ഓർമ്മയുണ്ട് ഒരു സംഭവം. മേരെ മാമാക്കെ യഹാം കിസി ലഡ്കെ വിവാഹ പർ, എൻ്റെ മാമൻ്റെ വീട്ടിലെ ഏതോ ഒരു പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് ജരാസി കിസി ബാത്ത് പർ ബിഗഡ് ഗയ, എന്തോ ഒരു ചെറിയ കാര്യത്തിന് വഴക്കുണ്ടായി. ബിഗഡ് ഗയ, ദേഷ്യം വന്നു. ബിഗഡ് മീൻസ് ദേഷ്യം വന്നു. അവർ ഫിർ ഉസ്കോ മനാനേമേ ലോഹേ ലഗ് ഗയേ ഥേ, പിന്നീട് അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ മനാനേമേ സമാധാനിപ്പിക്കാൻ ലോഹേ ലഗ് ഗയേ ഥേ, വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. വിവാഹമേ ഇസി ജോഡേക്കാ മൂല്യ ഇത്തന ബഡ് ജാത്താ. ഈ വിവാഹ അവസരങ്ങൾ ഇതുപോലെ അണിയുന്ന വളകൾക്ക് അത്രത്തോളം മഹത്വമുണ്ട്. എന്തെന്നാൽ കി ഉസ്കേ ലിയേ ഉസ്കി ഘർവാലിക്കോ സാരേ വസ്ത്രമിൽത്തേ, എന്തെന്നാൽ അത്രത്തോളം മഹത്വമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ വീട്ടിലുള്ളവർക്കും, ഘർവാലിക്കോ വീട്ടിലുള്ളവർക്കും, സാരേ വസ്ത്രമിൽത്തേ ധാരാളം വസ്ത്രങ്ങൾ ലഭിക്കും. ഠേരോ അനാജ് മിൽത്ത, ഒരുപാട് കണക്കിന് ധാന്യങ്ങൾ നൽകും. ഉസ്കോ അപ്പനെ ലിയേ പകടി മിൽത്തി, കാക്കയ്ക്കാണെങ്കിലോ പകടി, തലപ്പാവ് എല്ലാം കൊടുക്കും. അവർ റുപ്പയെ ജോ മിൽത്തേ സോ അലഗ്, പിന്നെ പൈസയും അതല്ലാതെ ഇഷ്ടംപോലെ സാധനങ്ങളും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അത് അവരുടെ ആ കാലഘട്ടത്തിലെ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു ചടങ്ങായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വളകൾ അണിയുന്ന ഒരു സമ്പ്രദായം അവിടെ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള പല ചടങ്ങുകളുമുണ്ട്. അതായത് നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ 28 കെട്ടുന്ന സമയത്ത് സ്വർണ്ണ അരഞ്ഞാണം, പിന്നെ സ്വർണ്ണവള എല്ലാം ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും കരിവള, കറുപ്പ് ചരട്, ഇവയൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. അതുപോലെ അത് നമ്മുടെ ഒരു രീതിയാണ്, നമ്മുടെ ഒരു സമ്പ്രദായമാണ്. അത് നമ്മൾ മാറ്റി വയ്ക്കാറില്ല. എത്ര സ്വർണമുണ്ടായാലും നമ്മൾ ആദ്യം കറുപ്പ് ചരട്, കരിവള
വിവളയല്ല, കരിവള, ഇവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു രീതിയാണ് ബദലു കാക്കയുടെ ഈ നാട്ടിലെ ഈ ലാഖുക്കി ചൂടിയ വിവാഹ അവസരങ്ങളിൽ ധരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിന് ഇത്രയധികം ശാഠ്യം പിടിച്ചിരുന്നത്. ഈ പാഠം ഞാൻ 3 ഭാഗങ്ങളിലായിട്ടാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ആദ്യത്തെ ഭാഗം ഇപ്പോൾ ഇവിടെ തീരുകയാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ ഇതിനോട് കൂടി തന്നെ അടുത്ത ഭാഗമായിട്ടിടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഭാഗവും നിങ്ങൾ കേൾക്കണം. അതുവരേക്കും ധന്യവാദ്.